ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോമോൻ കൊച്ചിത്രയാണ്. ചങ്ങനാശ്ശേരിക്ക് ഒരു പടിഞ്ഞാറൻ ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് പതിറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. ഏതാണ്ട് ഇന്ന് അതൊരു കടലാസിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് MC റോഡിൽ തുരുത്തി മുതൽ കണ്ണമ്പേരൂർ ചിറ വരെയുള്ള ആ ഒരു ഭാഗത്തിന് ഒരു സമാന്തര റോഡിൻ്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചത്. കോട്ടയം ജില്ലയിൽ തന്നെ നിരവധി അപകടങ്ങളും അപകട മരണങ്ങളും സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരിക്കടുത്ത് MC റോഡിൽ തുരുത്തി മുതൽ കണ്ണമ്പേരൂർ ചിറ വരെയുള്ള ഭാഗം. ഇതൊരു അപകട മേഖലയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഈ തുരുത്തിപ്പള്ളിക്ക് മുൻപിൽ ഒരു മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിന് മറ്റൊരു മാർഗം ഇല്ലായിരുന്നു. ചങ്ങനാശ്ശേരി പാലാത്രച്ചിറ ബൈപ്പാസിൽ നിന്നും പോലീസ് വാഹനങ്ങൾ തടയുകയും റെയിൽവേ ജംഗ്ഷൻ, പാറേൽപ്പള്ളി, കുരിശുമൂട്, ചെത്തിപ്പുഴ, ചാലച്ചിറ, മലകുന്നം വഴി MC റോഡിലിറങ്ങി യാത്ര തുടരാനാണ് പോലീസ് നിർദ്ദേശിച്ചത്. എന്നാൽ തുരുത്തി പുന്നമ്മൂട്ടിൽ നിന്നും ആരംഭിക്കുന്ന പഴയ MC റോഡ് നിലവിലെ MC റോഡിന് സമാന്തര പാതയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തുരുത്തി പുന്നമ്മൂട്ടിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് കുന്നേൽ പീടിക ജംഗ്ഷനും മഠം സ്കൂളും ഇരട്ടക്കുളത്തിൻ്റെയും സമീപത്തുകൂടെ നിറപറ ജംഗ്ഷൻ കടന്ന് തൊട്ട് അടുത്ത് വരെ എത്തി നിൽക്കുകയാണ്. ഇത് പഴയ MC റോഡാണ്. ഇവിടെ നിന്നും ഒരു 1.5 കിലോമീറ്റർ മാറി അങ്ങേ അറ്റം കാണുന്നത് നിലവിലെ MC റോഡാണ്. ഈ പാടശേഖരത്തിന് നടുവിലൂടെ ഒരു റോഡ് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ MC റോഡിൽ പാലാത്ര ബൈപ്പാസ് റോഡിന് സമീപത്തേക്ക് എത്തി നിൽക്കും. അപകട സാധ്യത കൂടിയ മേഖലയായ തുരുത്തി MC റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന ഒരു സമാന്തര പാതയായി ഉപയോഗിക്കുകയും ചെയ്യാം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുരുത്തി പുന്നമ്മൂട്ടിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് കുറ്റിശ്ശേരിക്കടവ് വഴി ചങ്ങനാശ്ശേരി ചന്തയുമായി ബന്ധിപ്പിച്ച് കിടങ്ങറ വരെ എത്തി നിൽക്കുന്ന ചങ്ങനാശ്ശേരിക്ക് പടിഞ്ഞാറ് വശത്തുള്ള ഒരു ബൈപ്പാസ് റോഡായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീടത് കടലാസിൽ ഒതുങ്ങുകയായിരുന്നു. തണ്ണീർത്തട നിയമമൊക്കെ വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുമ്പോൾ അപകട സാധ്യത കൂടിയ ഈ മേഖലയ്ക്ക് ഒരു സമാന്തര റോഡെന്ന ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ചങ്ങനാശ്ശേരിക്ക് ഒരു പടിഞ്ഞാറൻ ബൈപ്പാസ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് നമുക്ക് ഒന്നു ചേർന്ന് പ്രവർത്തിക്കാം. ഇനി ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ ഒരു പരിശ്രമവും നടപടികളുമാണ് വേണ്ടത്. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.